അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മസാല ദോശയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നല്ലോണം ഉടഞ്ഞ് കിട്ടണ്ട, ചെറിയ ചെറിയ പീസായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സവാള നേരിയതായി അരിഞ്ഞതും 2-3 പച്ചമുളകൊക്കെ എരിവിന് ആവശ്യമായിട്ട് ഇടാം. ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. നല്ലോണം ഇത് വഴണ്ട് വരണം. ഈ മസാലക്കൂട്ട് നല്ല ടേസ്റ്റ് ആകാൻ ഈ നല്ലോണം സവാളയൊക്കെ നല്ല വഴണ്ട് വരണം. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിൽ അതൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഇതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. ഇതാണ് മസാല ദോശയുടെ ഉള്ളിൽ വെക്കണ മസാലയാണിത്. നല്ല ടേസ്റ്റാണിത്. ഇതല്ലാതെ വെറുതെ ആണെങ്കിലും നമ്മൾ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനും ഈ ഒരു മസാലക്കൂട്ട് നല്ല ടേസ്റ്റായിരിക്കും. അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കരുത്. മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. പിന്നെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് പൊട്ടുകടല കഴുകി എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത് തേങ്ങയൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് വെക്കണം. നല്ലതുപോലെ അരയണ്ട, നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ ഒന്ന് അരച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നിടണം. അതിൽ ഉഴുന്ന് ഒന്ന് വറുത്ത പോലെ വരുമ്പം അതിലേക്ക് വേപ്പില 2 വറ്റൽമുളക് ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരച്ച് വെച്ചേക്കണ ഈ തേങ്ങയുടെ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു തേങ്ങാ ചമ്മന്തിയാണ്. കട്ടിയായ ഒരു തേങ്ങാ ചമ്മന്തിയാണിത്. ലൂസാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അപ്പോൾ ലൂസായിരിക്കും. ഇതിപ്പോൾ കട്ടിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യണം. ഇത് തിളക്കരുത്, ഒന്ന് നല്ലോണം ചൂടായാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ പോരെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലോണം ചൂടായാൽ മതി. ഇത് തിളച്ച് വരരുത്. തിളച്ച് വരുമ്പോൾ അരപ്പ് പിരിഞ്ഞു പോകും. എന്നിട്ട് ഇത് നല്ല ചൂടാക്കി കഴിയുമ്പം അത് മാറ്റി ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിനെ കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ദോശമാവാണ്. ഞാൻ അരിയും പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്ത് ഞാൻ പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് ആ ദോശ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാൻ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം പരത്തി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ വേണം ഇതിൻ്റെ നടുക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തത് ഇട്ടതാണ്. അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പം അതിൻ്റെ നടുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുത്ത് മസാലക്കൂട്ട് ഇട്ടെടുത്തതിന് ശേഷം അതൊന്ന് മടക്കണം.
രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അതൊന്ന് മടക്കി എടുക്കണം. എന്നിട്ട് ആ ഫ്ലെയിം കുറച്ച് വെക്കണം. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ ചൂടിൽ കിടന്ന് അടിഭാഗം നല്ലത് മൊരിഞ്ഞ് വരും. ഒരു ഭാഗവും മടക്കി കൊടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ മടക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിള്ളേരൊക്കെ ദോശ കഴിക്കാത്ത പിള്ളേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ മസാല ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശയും പിന്നെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കൂട്ട് തീരണവരെ, ഈ മസാലക്കൂട്ട് തീരണവരെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അതിനുശേഷം പിന്നെ നെയ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ കൂട്ട് കഴിഞ്ഞ് അപ്പോൾ ബാക്കി കുറച്ച് നെയ് റോസ്റ്റും ഉണ്ടാക്കി അതിലേക്ക് അത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് നെയ്യ് അതിൻ്റെ മേളിലിങ്ങനെ തൂക്കി കൊടുക്കണം. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ അതൊരു ഭാഗത്തേക്ക് മടക്കിയിട്ടാൽ മതി. അത് നെയ് റോസ്റ്റായി. പിന്നെ കുറച്ച് കുട്ടി ദോശ ഉണ്ടാക്കണുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതേപോലെ ഇത് ഉണ്ടാക്കി നോക്കണം. ഞാൻ കട്ടി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഇരുന്നപ്പോൾ തന്നെ അത് കട്ടിയായി. ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ലൂസായി വരും. ഇതിപ്പോൾ കട്ടിയായിട്ടാണ്. പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് നേരത്തെ തന്നെ. അത് സാമ്പാറും ചമ്മന്തി മസാല ദോശയും നെയ് റോസ്റ്റും പിന്നെ കുറച്ച് ചെറിയ ദോശയായിട്ട് കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. സ്കൂളിൽ വിട്ട് പിള്ളേർ വരുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മസാല ദോശ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണിത്. മസാല ഇല്ലെങ്കിലും വെറുതെ നെയ് റോസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റായിരിക്കും ഇത്. ചെറിയ ദോശ ഉണ്ടാക്കിയത്. അതൊക്കെ നല്ലോണം പൊങ്ങി നല്ല സോഫ്റ്റായിരിക്കുന്നുണ്ട്.